ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കും. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസൂട്ടനും കുഞ്ഞിപ്പണ്ണും കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു സൈക്കിൾ വേണമെന്ന്. അപ്പോൾ നമ്മൾ എന്നാ കുറേ നാൾ നോക്കി അവസാനം ഒരു സൈക്കിൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്ത കാര്യമൊക്കെ അവർക്കറിയാം, പക്ഷെ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 11 എന്നാ വരുന്നതെന്നറിയില്ല. ഡെലിവറി ഡേറ്റ് എത്ര കാണിച്ചേ? 11-10 തീയതിയൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് ഇന്ന് എന്തായാലും അവര് വിളിച്ചു ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മള് ജിപേയില് കൊണ്ടുവന്നിട്ടുണ്ട് സാധനങ്ങൾ. അതേ ഇരിക്കുന്ന സംഭവം ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ അവര് സ്കൂളിൽ പോയൊക്കെ എനിക്കിന്ന് പരീക്ഷ ഇങ്ങനെ മാറിയാണ്ട് എനിക്ക് ഇന്ന് ക്ലാസ് ഇല്ല. അപ്പൊ നമ്മള് ഇന്ന് പോയി സാധനം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇതിവിടെ ഇരിപ്പുള്ള ഒരു ടി വി ഇച്ചിരി ചെറിയ ബോക്സ് ആണ്, തീരെ ചെറുതല്ല, ജിവിയുടെ ബോക്സ് പോയിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്കത് സർപ്രൈസ് ആയിട്ട് അവരിപ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും വരും, 4 മണിയാകുമ്പോഴേക്കും. നമുക്ക് എന്തായാലും ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെക്കാം. അതിനുശേഷം അവർ കയറി വരുമ്പം നമുക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള അത് ഇറക്കി പുറത്ത് വെക്കാം. നമുക്ക് ഇറക്കാം. ഡോറ് പറഞ്ഞേ, സിറ്റ് ഔട്ടിൽ വെക്കാം അല്ലേ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല അല്ലേ, ഇത് എങ്ങനെയാണ് വന്നേക്കെന്ന് അറിയത്തില്ല. സൈക്കിളൊക്കെ മറ്റേ ഓൺലൈൻ വഴി ആദ്യമായിട്ട് വാങ്ങിക്കുന്നത്. സൈക്കിൾ ഉണ്ടായിരുന്നില്ല, അച്ചുവിൻ്റെ സൈക്കിൾ ഉണ്ടായിരുന്നു, അത് പഴയതായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ പേര് എന്തോടെ പേര്, LED ലീഡർ സൈക്കിൾസ് എന്ന് പറഞ്ഞാണ് പേര്. ഇതിന് റേറ്റ് കുറവാട്ടോ. ഞാനിങ്ങനെ ഓഫർ റേറ്റിൽ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് ഞാനും അച്ചുവും അമ്മയും കൂടെ നോക്കി അവളും കൂടെ നോക്കി മേടിച്ചതാണ്. ഗിയർ സൈക്കിൾ അല്ല, ഗിയർ സൈക്കിൾ മേടിക്കാമെന്ന് പറഞ്ഞു, പെഡൽ ദി ഫ്യൂച്ചർ. അപ്പോൾ ഇതിന് റേറ്റ് വന്നേക്കുന്നത് 12,999 രൂപയാണ്. ഇതേലെ MRP, പക്ഷേ അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. റേറ്റ് വന്നിട്ട് 5,999 രൂപ ആയുള്ളൂ. റേറ്റൊക്കെ കുറവാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ റിസ്ക് എടുത്ത് ഒന്ന് കിടക്കട്ടെ. അപ്പോൾ ഞങ്ങളെന്തായാലും അത് TV-യുടെ പടം കേട്ടോ അതായത്. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് ഇന്ന് 10th എക്സാം ആയിരുന്നു. അപ്പോൾ അച്ചുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വണ്ടിയിൽ വരുന്നു. അപ്പോൾ അവർ ഓർത്തത് TV ആണെന്നൊക്കെ ഓർത്തുകൊണ്ട് TV-യുടെ പടമാണ് ഇതിൻ്റെ പുറമേ കാണുന്നത്. അപ്പോൾ ഞങ്ങളെന്തായാലും വളരെ സർപ്രൈസായിട്ട് എക്സൈറ്റ്മെൻറ്റിൽ വെരി എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞങ്ങളത് ഓപ്പൺ ചെയ്യാൻ പോകട്ടോ. നോക്കാം എന്തായാലും. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വളരെ ഇത് സെറ്റ് ചെയ്യണം കേട്ടോ. പണിപ്പാളി ഗൈസ്, പണിപ്പാളി. ഇത് സെറ്റ് ചെയ്തെടുക്കണം. അടിപൊളി സാധനം കേട്ടോ, കിടു സാധനമാണ്. അപ്പം എന്തായാലും ഇത് എന്താണെന്ന് അറിയത്തില്ല, അതിൻ്റെ ടൂൾസാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പുറമെ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംഭവം എല്ലാം സെറ്റ് ചെയ്യണം. ഇത് സൂപ്പർ സാധനം കേട്ടോ, കിട്ടു. വേറെ എന്തോ അതിൻ്റെ സീറ്റ്, അതിൻ്റെ മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ സാധനവും ഉണ്ട്. അതിൻ്റെ ടൂൾസൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ ഉണ്ട്. എന്തായാലും നമ്മളത് സെറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ ഒന്ന് പുറത്തിറക്കിയിട്ട് ഞങ്ങൾ കാണിക്കാം. ഇതൊന്ന് ഇതിനകത്തുനിന്ന് പുറത്തിറക്കിയിട്ട് ഞങ്ങൾ കാണിക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ സിറ്റ് ഔട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അപ്പം സെറ്റ് ചെയ്തല്ലേ ഇത് ഇങ്ങനെ ബോക്സോട് വെക്കും. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയുന്നു. സർപ്രൈസ് ആവും, എങ്ങനെയുണ്ടെന്നറിയാം അല്ലേ, അവരുടെ ഒരു മുഖത്തെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങളിത് തുറക്കുന്നില്ല, ആ ടൂൾസ് ബോക്സും കൂടി ഇതിനകത്ത് വെക്കാം. ഞങ്ങൾ തുറന്ന് ഞങ്ങളുടെ ആ ഒരു എന്താ ആ സംഭവം ഒരു ആകാംക്ഷ ഞങ്ങൾ മാറ്റി. അപ്പോൾ ഇത് അതേപടി ഞങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അവർ വരുമ്പം ഓപ്പൺ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ബാലൻസ് നമുക്ക് നോക്കാം എന്താണ്. കുറേ ശകല ടൈമും കൂടെ ഉണ്ട് അവർ വരാൻ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് കേട്ടോ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ടിവിയുടെ പരസ്യം പോലെ തോന്നുന്നത്. അപ്പം നമ്മൾ ഈ ബോക്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്ന ഇത് കാണുന്നു. ഇപ്പോൾ ഏകദേശം സമയം 3:30 കഴിഞ്ഞിട്ടുണ്ട്. 4 മണി കഴിയുമ്പോഴാട്ടോ അവർ ഇവിടെ വരുന്നത്, സ്കൂൾ വിട്ട് വരുന്നത്. അന്നേരം അവർ കാണുന്ന വീഡിയോ ഞങ്ങൾ എടുത്ത് ഇതിൻ്റെ ബാക്കിയായിട്ട് കാണിക്കാം. അപ്പോൾ അതെ അവരുടെ വണ്ടി വരുന്നുണ്ട്. ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് അവരുടെ വണ്ടി താഴെ വരുവേ. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് റോഡ് കാണാം, നിങ്ങൾക്ക് കാണാമെന്നറിയില്ല. അതേ റോഡിൽ വണ്ടി വന്ന് നിന്നു കേട്ടോ. ഇതാ സ്കൂൾ ബസ് വന്ന് നിന്ന് ക്രിസ്ത്യജ്യോതി പബ്ലിക് സ്കൂൾ അവിടെ വന്നു. അപ്പോൾ ഞങ്ങൾ നോക്കാം കേട്ടോ, ക്യാമറ ഒന്നും കാണാതെ വെയിറ്റ് ചെയ്യും കേട്ടോ ഞങ്ങളെ. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അവരെന്താ കാണുന്നതെന്നറിയട്ടെ. സിറ്റ് ഔട്ടിൽ എങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്, ഇവിടെ പെട്ടെന്ന് വന്നാൽ കാണത്തില്ല. സിറ്റ് ഔട്ട് കയറ്റി വെച്ചിരിക്കുക. ഞങ്ങൾ സൈഡിൽ ഈ വണ്ടിയിട്ട് കാറിട്ടേക്കുന്നതിൻ്റെ സൈഡിൽ നിൽക്കുക. ഒരു സാധാരണ എന്നും വരുന്ന പോലെ തന്നെ വെയിറ്റ് ചെയ്ത് പയ്യെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ.
അതെ കയറി വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഹലോ ഗൈസ്, കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ കേറി വന്നിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണ് ദേ വന്നോണ്ടിരിക്കട്ടോ. ജോസൂണ്ണും കൂടെ വരട്ടെ. അതെ, നിക്കടി. ലൂണേനെ തൊടാൻ ആ ലൂണേനെ തൊടാൻ വേണ്ടി വന്ന ജോസൂട്ടിനെ. ജോസൂടെ പാടാ ഓടിക്കേറി വാ. ഇവര് വരുമ്പോ എന്നും ലൂണയും ലൂക്കയും കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു അഭ്യാസം എടുക്കുന്നുണ്ടോ. ഭയങ്കര സ്നേഹിച്ചുകൊണ്ടിരിക്കുക അവര്. ലൂക്ക വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. റിയാക്ഷൻ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ. ലൂക്ക ജോസൂട്ടിന്റെ അവിടെ നടന്നു വരുന്നുണ്ടോ. ജോസൂടെ മടുത്തോടാ. മടുത്തോ? നിന്നെ കാത്തിരിക്കുന്നു ലൂണ. രണ്ടുപേരും മാറി മാറി ഞങ്ങൾക്ക് പിടിക്കും കേട്ടോ. ബാ ഇനി കയറുക, തുണിയൊക്കെ മാറാം. ബാ വാ മതി. വാടാ നീ വന്നേ. ഇത് രണ്ടുപേരും കയറി പോവാട്ടോ. ഇത് എന്നാടാ? തുറന്നു നോക്കിയ ടി വി ആണെന്ന് തോന്നുന്നു ഫ്രണ്ടില്. ഓടിക്കണേ നമുക്ക് സെറ്റ് ചെയ്യണം. അത് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കണ്ടേ, സെറ്റ് ചെയ്യണ്ടേ. ഇതന്നെ തലയിലൊക്കെ. ജോസൂന് മിണ്ടാനായിട്ട് വാക്കുകളില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുക. നമുക്കെന്നാ എടുത്ത് സെറ്റ് ചെയ്താലോ? അപ്പൊ ഞങ്ങൾ സെറ്റ് ചെയ്യട്ടോ കേട്ടോ. സൈക്കിൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ ഇത് വെളിയിലെടുത്തു കേട്ടോ. വെളിയിലെടുത്ത് ഞങ്ങളിത് പൊട്ടിക്കുമ്പോൾ അങ്ങനെ പൊട്ടിക്കില്ല, ഞാൻ പൊട്ടിക്കാം. ഇത് ടാഗൊക്കെ ഇട്ട് കെട്ടിയേക്കും കേട്ടോ. ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതെ ഞങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. തന്നെ സെറ്റായി. അപ്പോൾ ഐശ്വര്യമായിട്ട് അച്ചു പുറത്തേക്ക് എടുക്കും കേട്ടോ. അച്ചുവിൻ്റെ വണ്ടിയല്ല, ചവിട്ടി നോക്കിയടാ. പ്രശ്നമല്ലേ ഈ സാധനം ഇച്ചിരി വളർന്നില്ല. അത് ഒരു പ്രശ്നമാണ്. അല്ലേ ഞാനിരുന്ന വളർന്നൊന്നും പോകും. നീ ആരോ ഓടിക്കും.